ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ലാസ്റ്റ് വന്ന സിനിമയാണ് ലിയോ. ഇന്നലെ ഞാൻ വെറുതെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കി. സോ ലിയോനെ കുറിച്ചിട്ട് ഇപ്പോൾ തോന്നുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുറച്ച് ക്യാരക്ടേഴ്സ് തുടക്കത്തിൽ വന്ന് അവിടെ ഇവിടെ ആയിട്ട് നടത്തുന്ന റോബറി പാർട്ട് നല്ല രസമാണ്. പലയിടത്തും കയറി ഓരോരുത്തരെ ലൂട്ട് ചെയ്യുന്നു, മർഡർ നടത്തുന്നു എന്നതിൽ ഹൈലൈറ്റ് സാൻഡി മാസ്റ്റർ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നിയ പ്രകടനം പിന്നീട് ആ കോഫി ഷോപ്പിലോട്ട് എത്തിക്കുന്നതും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫൈറ്റുമെല്ലാം കിടിലമാണ്. പാർത്ഥിപൻ എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈന സീക്വൻസ് ഒക്കെ പേഴ്സണലി എനിക്ക് നല്ല വർക്കായിട്ടുണ്ട്. ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് കണക്റ്റ് ആക്കാൻ ആ സീക്വൻസ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിലുള്ള ഫൈറ്റ്, അവിടെ പാർത്ഥിപൻ എന്ന കഥാപാത്രത്തെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അത് വർക്കായിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം വരുന്ന ഹെറോൾഡ് ദാസിൻ്റെയും ആൻ്റണി ദാസിൻ്റെയും ഇൻട്രൊഡക്ഷനും ലിയോ ദാസിൻ്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുത്തതിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് അർജുൻ സർജയുടെ ഐക്കോണിക് ഐറ്റം തേറിക്കെ ഒക്കെ പറഞ്ഞ് ഈ ഇൻ്റർവൽ സീക്വൻസും വരെ ഈ സിനിമ കൺവിൻസിങ് ആണ്. പെർഫോമൻസ് കൊണ്ട് വിജയ് ഈ സിനിമയിൽ നല്ല നീറ്റായിരുന്നു. കയ്യിൽ നിന്നുള്ള ഗിമ്മിക്കൊന്നും ഇടാതെ പറ്റുന്ന അത്രയും എക്സ്റ്റെൻഡിൽ തന്നെ പെർഫോമൻസ് കൊണ്ട് നല്ല കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ ക്യാരക്ടറിൻ്റെ ഫീല് കിട്ടാൻ വിജയുടെ പെർഫോമൻസും ഈ സിനിമയിലൊരു പ്രൈമറി ഫാക്ടറാണ്. ബാഡേഴ്സ് എന്ന സോങ് വരെ ഈ സിനിമ കൺവിൻസിങ് ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒട്ടും കണക്റ്റ് ആവാത്ത നരേഷനാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ഡിസൂസ് പറഞ്ഞു വെക്കുന്ന ഫ്ലാഷ് ബാക്ക് പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റും എനിക്ക് തന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം ഹെറോൾഡ് ദാസ്, ആൻ്റണി ദാസ് എന്ന ക്യാരക്ടേഴ്സിൽ പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. ഇവർ തന്നെ പറഞ്ഞു നടക്കുന്ന ലിയോ ദാസ് എന്ന കഥാപാത്രം എത്ര ഈവിളാണെന്നും ആ ഫ്ലാഷ് ബാക്കിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതോടെ പിന്നീട് നടക്കുന്ന ഇവൻസിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് കൂടില്ല. ഫ്ലാഷ് ബാക്ക് ഒന്നും ഇല്ലാതെ 10 വർഷം ജയിലിൻ്റെ ഉള്ളിലുള്ളതല്ലേ അറിയൂ, അതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത് എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദില്ലിയെ കൈദിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത അതേ ലൊക്കേഷന് ഒരു റൂട്ടീൻ ഫോർമാറ്റിലാണെങ്കിലും ലിയോയിൽ തീരെ ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് പ്രശ്നം. സിനിമയിൽ തീരെ ആവശ്യമില്ല എന്ന് തോന്നിയത് LCU റെഫറൻസ് ആണ്. ഇപ്പോൾ വിക്രമിലൊക്കെ ഒരു യൂണിവേഴ്സ് കണക്ഷൻ കൊള്ളാമായിരുന്നെങ്കിൽ ഇതിൽ വരുമ്പോൾ ഈ സിനിമയും LCU യൂണിവേഴ്സിലോട്ട് കൺവിൻസിങ് ആവുന്ന ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് LCU റെഫറൻസൊക്കെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് ഈ സിനിമയിൽ വന്നത്. എ ഹിസ്റ്ററി ഓഫ് വയലൻസ് ലിയോനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫാർ ബെറ്റർ ഫിലിമാണ്. അതിൻ്റെ പ്രധാന കാരണം റൺ ടൈം തന്നെയാണ്. ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റോറി വാച്ചബിൾ ആവുന്ന ലെവലിലെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രധാന കാരണം കൊടുത്താൽ ലിമിറ്റഡ് റൺ ടൈമിൽ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇവൻസ് എല്ലാം ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. സോ അത് മതി. പക്ഷേ ഇതേ മെറ്റീരിയലിനെടുത്ത് 2.5 മണിക്കൂറിന് സെറ്റ് ആവുന്നതല്ല ലിയോയിൽ ചെയ്തത്. അവിടെയാണ് ലിയോ ഫെയിലാവുന്നത്. പിന്നെ ലിയോ ഇറങ്ങുന്നതിന് മുന്നേ ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഭാഷാ ട്രെൻഡിൽ വന്ന സിനിമകളൊക്കെ ഇവിടെ ഒരുപാട് വന്നതാണ്. സോ അതിൽ നിന്നൊക്കെ എക്സെപ്ഷണലായിട്ടോ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. അതുകൊണ്ട് ആ ടെംപ്ലേറ്റിൽ വന്ന സിനിമകളിൽ വീക്കസ്റ്റായി നിൽക്കുന്ന സിനിമകളിൽ ഒന്നാണ് ലിയോ. ലിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.